ആരെയും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കില്ല, ജീവിക്കാൻ ആഗ്രഹിച്ചാണ്. ചതിയിൽ ഞാൻ പെട്ടതാണ്. ഐ ജസ്റ്റ് ട്രസ്റ്റ് ദം, ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ക്രംസ് എന്ന് പറയും, ഇപ്പോൾ ഒരു നായ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു വേസ്റ്റ് കിട്ടുമല്ലോ, അങ്ങനെ ക്രംസ് കഴിക്കാൻ വേണ്ടിയുള്ളവരുമുണ്ട്. അപ്പം ഇവർക്ക് സപ്പോർട്ടേഴ്സ് ആയിട്ടുണ്ട്. ഞാൻ ഒരു പ്രവാസിയുണ്ട്, 12 വർഷം സൗദിയിൽ വർക്ക് ചെയ്ത് അവിടുന്ന് കിട്ടിയ ബെനിഫിറ്റ് എമൗണ്ട് ഇവിടെ ബാങ്കിൽ നിക്ഷേപിച്ചതാണ്. ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് ഒരു 18 ലാക്സിനടുത്തുണ്ട്, 18 ലാക്സ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി തന്നെ ഞാൻ ഇപ്പോൾ 1 ഇയർ ആയിട്ട് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ പോലെ ബാങ്ക് കയറി ഇറങ്ങുന്നുണ്ട്. ഇവരെ ഫോൺ വിളിച്ചാൽ തന്നെ ഇവർ ഫോണിന് ആൻസർ ചെയ്യില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല. അങ്ങനെ നമ്മളൊരു ഭയങ്കര ടെൻഷനിലാണ് ഉള്ളത് ഈ കാശിൻ്റെ ഒരു കാര്യത്തിൽ. കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിൽ ഇപ്പോൾ ജനകീയ ധർണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിക്ഷേപിച്ച ഒരുപാട് കർഷകരുടെ തുകയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവരിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കല്യാണ ആവശ്യങ്ങൾക്ക് പോലും ഇവിടെ നിക്ഷേപിച്ച പൈസയാണ് ഇവർക്ക് കിട്ടാതിരിക്കുന്നത്. എന്താണ് ചേട്ടാ, ആരുടെ പൈസയാണ് പോയത്? ഞാൻ 2 ലക്ഷം രൂപ ലോൺ എടുത്തു കുടിക്ക സഹകരണ ബാങ്കിൽ നിന്ന്. അപ്പം അവൻ്റെ കല്യാണാവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ കൊടുത്തത്. ആ കല്യാണം നടക്കാതെ വന്നപ്പോൾ ഞാൻ തിരക്കിന് കൊടുത്തു. എൻ്റെ മകനെ ഇവനെ അറബി കൊണ്ട് ബാങ്കിൽ കൊണ്ട് കിട്ടു 1,90,000. അപ്പം 10,000 രൂപ ചിലവായി. കുടിക്കടം, സർട്ടിഫിക്കറ്റ്, മട്ടന്നൂർ വക്കീലിൻ്റെ നോട്ടീസ് എല്ലാം കൂടെ 10,000 പോയി. 1,90,000 രൂപ 3 മാസം അവധിക്കാണ് ഞാൻ കൊടുത്തത്. 38 മാസമായി ഇതുവരെ പൈസ കിട്ടിയില്ല. എൻ്റെ കല്യാണാവശ്യത്തിന് എടുത്ത പൈസയാണ്. ആ പൈസ ഇവർ പലവട്ടം അവിടെ ബാങ്കിൽ പോയി ചോദിച്ചു, ഒരു പൈസ തിരിച്ചു കൊടുത്തില്ല. പാവപ്പെട്ട കുടുംബമാണ്, ഒന്നും ഇവന് സംസാരശേഷി ഇല്ല. ഈ പുള്ളിക്ക് ചെവിയാക്കത്തില്ലാത്ത മനുഷ്യൻ. ഭാര്യയുണ്ട്, ഭാര്യയ്ക്ക് സുഖമില്ലാത്ത, ഒരു പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. കല്യാണാവശ്യത്തിന് കാര്യങ്ങൾ കിട്ട പൈസ കൊള്ളയാണ് നടക്കുന്നത് ഇവിടെ. ഇത് വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരാൾക്ക് സംസ്കരിക്കാൻ കഴിവില്ല, ഒരാൾക്ക് ചെവി കേൾക്കില്ല. അങ്ങനെ ഒരു കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും കൊണ്ടുവന്ന് നിക്ഷേപിച്ച തുകയാണ് ഇവർക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഏകദേശം ഒരു 32 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ആളാണ് ചേരുന്നത്. ഏട്ടൻ്റെ പേര്? എൻ്റെ പേര് സുരേഷ്. എത്ര ലക്ഷം രൂപ പോയി? എൻ്റെ പേരിലും എൻ്റെ മിസ്സസിൻ്റെ പേരിലും എൻ്റെ മകൻ്റെ ആയിട്ട് 32 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. എത്ര വർഷം മുമ്പ് ഇവിടെ നിക്ഷേപിച്ചത്? കുറേ വർഷങ്ങളായിട്ട് നിക്ഷേപിച്ചാണ്, കുറേ വർഷങ്ങളായിട്ട്. അപ്പം ആദ്യമൊക്കെ ആയിട്ട് പൈസയും പലിശയെല്ലാം കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു. ഏതാണ്ട് ഒരു 1.5 വർഷമായിട്ട് പൈസയും കിട്ടുന്നില്ല. ഞാൻ അപ്പം മാനേജറുടെ പല പ്രാവശ്യം പോയി, മാനേജറുടെ വീട്ടിൽ പോയി, ബാങ്കിൽ പോയി, പല പ്രാവശ്യം പോയി. അപ്പം ഇപ്പം ശരിയാക്കി തരാം, ഒന്ന് തിരുവനന്തപുരത്ത് പോന്നു, നിങ്ങൾ പ്രഥമ പരിഗണന ലിസ്റ്റിലാണ്, അങ്ങനെ കുറേ എക്സ്ക്യൂസ് പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ അടുത്തവരും ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടവരും എൻ്റെ അടുത്ത ബന്ധുക്കാരും നമ്മുടെ സമൂഹത്തിൽ നല്ല മാന്യമായിട്ട് പെരുമാറുന്നവരുമാണ്. അതുകൊണ്ട് ഞാൻ അവരോട് മോശമായിട്ട് പറയുകയില്ല, പറഞ്ഞിട്ടുമില്ല. എനിക്കാകെ ഉള്ളത് എൻ്റെ പൈസ എനിക്ക് തിരിച്ചു കിട്ടണം, അത് മാത്രം വരെ. എൻ്റെ പൈസയും പലിശ മാത്രമാണ്. ഞാൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദമുണ്ട്, എൻ്റെ ഭാര്യ അവർക്കുള്ളത്. അപ്പോൾ അതിൻ്റെയും കൂടെ ഹോസ്പിറ്റൽ ചിലവ്, രാത്രിയിൽ ഉറക്കം പോലും വരില്ല. അത് എനിക്ക് മാത്രം പോരാ, ഈ ബാങ്കിൽ നിക്ഷേപിച്ച എല്ലാവരുടെ കാര്യത്തിലും അവർക്ക് ആ പൈസയും കൊടുത്തിരിക്കണം, അതിൻ്റെ പലിശയും കൊടുത്തിരിക്കണം. അവരനുഭവിച്ച മാനസിക സമ്മർദ്ദമായിട്ടുള്ള ഒരു പരിഹാരം അതും കൊടുത്തിരിക്കണം. നിയമപരമായിട്ട് ഏത് രീതിയിൽ എത്രമാത്രം ആരെയും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കില്ല, ജീവിക്കാൻ ആഗ്രഹിച്ചാണ്. ചതിയിൽ ഞാൻ പെട്ടതാണ്. അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കോ പോസ്റ്റ് ഓഫീസോ അറിയാൻ ഒരു ടീച്ചറായിരുന്നു. I was a teacher. I worked in Maldives. I know the rules and regulations. What I did was, I just trusted them. That was my mistake. ഇവർ പറയുന്നത് ഇതിനൊരു പരിഹാരം വേണ്ടി ഈ ധർണ നമുക്കൊരു ഗുണകരമായിട്ട് വരും ഡെപ്പോസിറ്റേഴ്സിന്. അപ്പം നമുക്കിപ്പം ന്യായമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുമായിരുന്നെങ്കിൽ ഒരു സമരത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അൺനെസസറി, ടോട്ടൽ വേസ്റ്റ് ഓഫ് ടൈം എല്ലാവരുടെയും. പക്ഷെ മറ്റെന്താ മാർഗമുള്ളത്? നോ ഓപ്ഷൻ. അപ്പോൾ ഇവർ കറക്റ്റായിട്ട് ഇവർ പൈസ തന്നിരിക്കണമായിരുന്നു, തരുന്നുമില്ല. ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ എടുത്തവർ പൈസ തരുന്നില്ല എന്നാണ്. ഈ ലോൺ എടുത്തവർ ഇവരോടൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കുകയാണ്. എൻ്റെ 32, എൻ്റെ ബ്രദറിൻ്റെ, എൻ്റെ ഫാമിലിയിലെ ആ ഒരു തൊട്ട് നൈബർഹുഡിലുള്ളത് 1 കോടി രൂപയ്ക്ക് മേലെ, ഒരു വിത്തിൻ 400 മീറ്റേഴ്സ് 1 കോടിക്ക് മേലെ 50,000. ഇവർ മാത്സ് അറിയാവുന്നവരല്ല, ബാങ്ക് ജോലി എന്നല്ല, പൊട്ടറൊന്നും അല്ലല്ലോ. അപ്പം 50,000 വെച്ചാണെങ്കിൽ തന്നെ ഒരു 200 പേർക്ക് ഇവർക്ക് ലോൺ കൊടുക്കാൻ പറ്റും. തിരിച്ചടച്ചില്ല, 5-10 പേരോ തിരിച്ചടച്ചില്ല തന്നെ 190 പേരെങ്കിലും തിരിച്ചടയ്ക്കുമല്ലോ. അല്ലെ അതിൻ്റെ പലിശ, ഞങ്ങൾക്ക് പലിശയിലൊന്നുമില്ല. ഇവർക്ക് ഈ രാഷ്ട്രീയം ഇതൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരു ഇടതുപക്ഷ സപ്പോർട്ടറായിരുന്നു. വീട്ടിൽ മീറ്റിംഗ് ഒക്കെ ആണെന്ന്. എനിക്കിപ്പോൾ ഇവരോട് ഭയങ്കരമായിട്ട് സത്യസന്ധമായിട്ട് വെറുപ്പാണ്.
വെറുപ്പാണ്. വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും മിനിമം 10 കോടിക്ക് മേലെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഒരു നൈബർഹുഡിൽ തന്നെ ഇതുണ്ട്. പിന്നെ ഇവർ പറഞ്ഞു ഇവർ വേറൊരു തന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. ഇവർ ഈ സ്ഥലം വിൽക്കുന്നു, സ്ഥലം വിറ്റിട്ട് ഇവർ മറ്റുള്ളവരുടെ പേരിലേക്ക് ബിനാമിയുടെ പേരിൽ ചിലരൊക്കെ ഇവിടുന്ന് വിദേശത്തേക്ക് പോയി എന്നറിഞ്ഞു. പിന്നെ അവർ സ്ഥലം വിറ്റു, കാശില്ല ചെല്ലുമ്പോഴത്തേന് ഇവർ കാശ് മാറ്റി പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവർക്ക് അനുകൂലമായിട്ട് ക്രംസ് എന്ന് പറയും. ഇപ്പോൾ ഒരു നായ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു വേസ്റ്റ് കിട്ടുമല്ലോ, അങ്ങനെ ക്രംസ് കഴിക്കാൻ വേണ്ടിയുള്ളവരുമുണ്ട്. അപ്പം ഇവർക്ക് സപ്പോർട്ടേഴ്സ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഒരു ഇത് ജാതിപരമായിട്ടോ മതപരമായിട്ടോ, എനിക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല, ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ നാട്ടുകാർ അവരെ ഈ പൊസിഷനിൽ നിന്ന് മാറ്റി നിർത്തുക. പൈസ നിക്ഷേപിച്ചവരുടെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ പേര്? എന്റെ പേര് മോളി. എവിടെ താമസം? ഇതല്ലേ ഇവിടെ തന്നെ. ഏകദേശം എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്? എനിക്കൊരു 1,00,000 1,400,000 രൂപകളുണ്ട്. കുറി ചേർന്ന് 2 കുറി 5 ലക്ഷത്തിൻ്റെ 1 ലക്ഷത്തിൻ്റെയും കുറി ചേർന്നു കഴിഞ്ഞപ്പം പൈസ പിന്നെ കുറി വട്ടം എത്തിയിട്ട് തരാമെന്ന്. ഞാൻ ഇത്ര അടുത്തല്ല വീട്. എപ്പോഴും ഞാൻ ഇങ്ങനെ ചോദിക്കും, അന്നേരം വിളിച്ച് പറയാം പൈസ ആകുമ്പോഴെന്ന് പറയാം. അങ്ങനെ പറഞ്ഞു ലാസ്റ്റ് ഞാൻ പറഞ്ഞു എൻ്റെ ആങ്ങളയ്ക്ക് ഇവിടെ ഒരു ലോണുണ്ട്, അപ്പോൾ അതിനകത്തോട്ട് വരവ് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സമയമായില്ല, ഇതിൻ്റെ വട്ടം എത്തണ്ടേ, അത് കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുമായിരുന്നു. വട്ടവെത്താനൊന്നും നടക്കുന്നില്ല, സംഭവം നടക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു നമുക്കിങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് പൈസ ഇത് കിട്ടിയല്ലേ, നമുക്ക് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം. അതാണ്. ഒരുപാട് പേരുണ്ട് ഈ നിക്ഷേപിച്ചിട്ട് പൈസ കിട്ടാതെ വളരെ ദുഃഖത്തിലാണ്. ഇപ്പം ഇവരൊക്കെ ഇവിടെ ഈ ജനകീയ ധർണയിൽ വന്ന് എത്തിയിരിക്കുകയാണ്. ഏട്ടാ, ഇപ്പോൾ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ജനകീയ ധർണയിൽ വന്നിരിക്കുന്നത്. നമ്മളാകെ വിഷമിച്ചിട്ടാണുള്ളത്. നമ്മളെ കുട്ടീൻ്റെ പേരിലാണ് 1,00,000 രൂപ, 50,000 രൂപ വീതം 2016 2 പ്രാവശ്യമായിട്ട് ഇട്ട പൈസ. പക്ഷേ അത് നമ്മളിപ്പോൾ ചെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നില്ല. നമ്മൾ മോളുടെ പേരിലാണ് ഇട്ടത്, സരിതമോളെന്നുള്ള പേര്. അവൾ ഇവിടെ വന്നിട്ടുണ്ട്, അങ്ങ് ഉള്ളിലാണ് ഉള്ളത്. ധർണയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പൈസ സാമ്പത്തികം നഷ്ടപ്പെട്ടവരൊക്കെ ഇപ്പോൾ നമ്മോടൊപ്പം അവരുടെ സങ്കടങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഞാനാണ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് ഷീമ എന്നാണ്. ഞാൻ ഒരു പ്രവാസിയാണ്. 12 വർഷം സൗദിയിൽ വർക്ക് ചെയ്ത് അവിടെ നിന്ന് കിട്ടിയ ബെനിഫിറ്റ് എമൗണ്ട് ഇവിടെ ബാങ്കിൽ നിക്ഷേപിച്ചതാണ്. ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് ഒരു 18 ലാക്സിനടുത്തുണ്ട്. 18 ലാക്സ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി തന്നെ ഞാൻ ഇപ്പോൾ 1 ഇയർ ആയിട്ട് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ പോലെ ബാങ്ക് കയറി ഇറങ്ങുന്നുണ്ട്. ഇവരെ ഫോൺ വിളിച്ചാൽ തന്നെ ഇവർ ഫോണിന് ആൻസർ ചെയ്യില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല. അങ്ങനെ നമ്മളൊരു ഭയങ്കര ടെൻഷനിലാണ് ഉള്ളത് ഈ കാശിൻ്റെ ഒരു കാര്യത്തിൽ. തീർച്ചയായും നമുക്ക് ഇതിനൊരു പരിഹാരം വേണം. നമുക്ക് ഈ എമൗണ്ട് അതിൻ്റെ പലിശ അടക്കം നമുക്ക് നിക്ഷേപങ്ങൾ തിരിച്ചു കിട്ടണം എല്ലാവർക്കും. ഒരു പ്രവാസിയാണ്. 7ാം കടലിന് അക്കരെ നിന്നും സമ്പാദിച്ച തുകയാണ് ഈ ബാങ്കിൽ ഇട്ടിട്ട് ഇപ്പോൾ 1 രൂപ പോലും കിട്ടാത്ത ആ ഒരു അവസ്ഥയിലുള്ളത്. ഈ ധർണയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. എന്താണ് പറയുന്നത്? എൻ്റെ പെങ്ങളത് അവളുടെ പൈസ പോയേക്കുന്നത്. ഇത് തട്ടിപ്പെന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കരമായ ഒരു ഭീകരമായ അഴിമതി കാണിച്ചേക്കുന്നവർ. അതാണ്. ഇവിടെ കൊളുത്തിൽ തന്നെ. ഇവളുടെ ഫാദറാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഫാദർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അവരുടെ പൈസ ഇവിടെ ഇട്ടിട്ടുണ്ട്. വലിയ പലിശ തരാമെന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് ഇവിടെ ഇട്ടത്. പക്ഷേ ആവശ്യപ്പെട്ട സമയത്തൊന്നും തരുതുമില്ല. വീണ്ടും നടത്തിക്കുക. ഇതാണ് ചെയ്യുന്നത്. എത്ര വർഷം മുമ്പാണ് നിക്ഷേപിച്ചത്? ഇപ്പോൾ 2021 നിക്ഷേപിച്ചതാണ്. അതിനുശേഷം ഒരു പ്രാവശ്യം പലിശ എടുത്തിട്ടുണ്ട്. അതിനുശേഷം പലിശയും കിട്ടിയിട്ടില്ല. അങ്ങനെ നിരവധി പേരാണ് ഇവിടെ നിക്ഷേപം നടത്തിയിട്ട് തുക പലിശ പോലും കിട്ടാതെ ഇപ്പോൾ ഈ ജനകീയ ധർണയിൽ ഇപ്പോൾ ഇവരിവിടെ പങ്കെടുത്തിരിക്കുന്നത്. വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. നിക്ഷേപകരുടെ കണ്ണീരാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. കോളിത്തട്ടിൽ നിന്നും ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാറിന്റെ ഓണം, സെഞ്ചുറിയുടെ ഓണം. സെഞ്ചുറി ഫാഷൻ സിറ്റി.